ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കുന്നത് ക്ലാസ് 2 മലയാളത്തിലെ ചാപ്റ്റർ 5 ആയ രുചിമേളത്തിലെ വർക്ക് ബുക്ക് ആക്ടിവിറ്റീസാണ്. പ്രവർത്തനം 5.1 നോക്കാം. പല പല പലഹാരങ്ങൾ. അവിടെ നിങ്ങൾ ഒരുപാട് പലഹാരങ്ങൾ കാണുന്നുണ്ടാവും, പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം നിങ്ങളതിൽ നിന്ന് എന്താണോ എടുക്കുക അതാണ് എഴുതേണ്ടത്. ഞാനിവിടെ ഇലയടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത 5.2 നമുക്ക് നോക്കാം. എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ ഏതൊക്കെയാണ്? ഉണ്ണിയപ്പം, കൊഴുക്കട്ട, നുറുക്ക്, നെയ്യപ്പം, ഇലയട, കേക്ക്, അച്ചപ്പം. ഇതൊക്കെ ഞാൻ അവിടെ നിങ്ങൾ നേരത്തെ ഒരു പാത്രം കണ്ടില്ലേ, അപ്പോൾ അതിലുള്ള പലഹാരങ്ങളാണ് എഴുതിയേക്കുന്നത്. അടുത്തത് നോക്കാം. എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത്. അപ്പം ഞാനിവിടെ ഇലയടയായിരുന്നു എഴുതിയത്. അപ്പോൾ ഇലയട ഒരു നാടൻ കേരളീയ പലഹാരമാണ്. വളരെ ആരോഗ്യപരവും രുചികരവുമാണ് ഇലയട. അരിപ്പൊടി, ശർക്കര, തേങ്ങ, ഏലക്കാപ്പൊടി, നെയ്യ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കുണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ് ഇലയട. അപ്പോൾ ഏത് പലഹാരമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. ചെറിയ 2ാം ക്ലാസ്സിലെ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ വെച്ചിട്ട് എളുപ്പത്തിൽ എന്തെങ്കിലും എഴുതാം. അടുത്ത പ്രവർത്തനമാണ് 5.2. പറഞ്ഞതെന്നെല്ലാം. അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ? അപ്പോൾ കുഞ്ഞുമോൾ എന്താ പറയുന്നത്? ഇല്ല ഡോക്ടർ മാമ എന്ന് പറയുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് 2 കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ ഡോക്ടറും കുഞ്ഞുമോളും ഇരിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞ് നോക്കാം. അപ്പോൾ ഡോക്ടർ പറയാണ്, മോളെ ഭക്ഷണം നന്നായി കഴിക്കണം. ശരീരത്തിന് ആരോഗ്യമുണ്ടാവണമെങ്കിൽ നല്ല പോഷകാഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഞാനൊരു മരുന്ന് തരാം. അപ്പോൾ ക്ഷീണം കുറയും. കൂടാതെ എല്ലാതര ഭക്ഷണങ്ങളും കഴിക്കണം ട്ടോ. കൂടാതെ തുറന്നു വെച്ചതോ പഴകിയതോ ആയ ആഹാരങ്ങൾ കഴിക്കരുത്. ശരി ഡോക്ടർ മാമ, ഞാൻ ഇനി മുതൽ എല്ലാം കഴിച്ചോളാം. തുറന്നു വെച്ച ആഹാരങ്ങളോ പഴകിയ ആഹാരങ്ങളോ ഞാൻ ഇനി കഴിക്കില്ല. അപ്പം മരുന്ന് കുടിക്കാമെന്നും കുഞ്ഞുമോള് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 5.3. ക്രമത്തിൽ എഴുതാം. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം. അവൾക്ക് ക്ഷീണം കൂടി വന്നു. ഡോക്ടർ മരുന്ന് കൊടുത്തു. കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട. ക്ഷീണം മാറി, അവൾ ഉഷാറായി. കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു. അപ്പം നമ്മൾ പാഠഭാഗം മുഴുവൻ വായിച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ സ്റ്റെപ്പ്, ആദ്യം എന്താണ് കുഞ്ഞുമോൾക്ക് സംഭവിച്ചത്, പിന്നെ കുഞ്ഞുമോൾ ഡോക്ടറെ അടുത്ത് പോയതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർഡറിൽ എഴുതാൻ പറ്റും. അപ്പം നമുക്കൊന്ന് ഇത് ഓർഡറിൽ എഴുതി നോക്കാം. ആദ്യമായി കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട. അവൾക്ക് ക്ഷീണം കൂടി വന്നു. അവളെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് കൊടുത്തു. കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു. ക്ഷീണം മാറി, അവൾ ഉഷാറായി. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡറിൽ എഴുതിയതാണ്. കുഞ്ഞുമോളുടെ കഥ, അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായതെന്നൊക്കെ എഴുതിയതാണ്. ഇതിൻ്റെ പാർട്ട് 1 ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 2 ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്